ഹായ് ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തൃശ്ശൂർ കുന്നംകുളം ഹൈവേയിലാണ്. അതായത് മുണ്ടൂരൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കോൺക്രീറ്റ് ഇട്ട റോഡ് വന്നിട്ടുണ്ടല്ലോ, ആ റോഡിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇപ്പോൾ ഏകദേശം സമയം 12:30 കഴിഞ്ഞ് 1 മണി ആയി. ഇപ്പോൾ ബാംഗ്ലൂർ പോയിട്ട് ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാനൊക്കെ പ്ലാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ നമ്മുടെ ഹിമാലയൻ എടുത്തിട്ട് നമ്മൾ ബാംഗ്ലൂർ പോവാണ്. ഇപ്പോൾ ഈ പോണ വഴിക്ക് കാര്യമായിട്ട് കാഴ്ചകളൊന്നുമില്ല, കാരണം ഇപ്പോൾ മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ള് ഡാർക്കായിരിക്കും, അപ്പോൾ കാര്യമായിട്ടുള്ള കാഴ്ചകളൊന്നും കാണാനുണ്ടാവില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ മോർണിംഗ് നേരം വെളുത്തിട്ട് കാണാം. അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മൾ ഒസൂരെത്തറായി. ഇവിടുന്ന് ബാംഗ്ലൂർ കാണിക്കണത് 62 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ കുറേ പ്രാണിനെ ഇടിച്ചു കൊന്നുണ്ട്. കണ്ടില്ലേ, ഫുള്ള് പ്രാണികളാണ്. എൻ്റെ ഹെൽമെറ്റിൻ്റെ വൈസറിൻ്റെ മുകളിലൊക്കെ ഫുള്ള് പ്രാണികളായിരുന്നു. അതൊക്കെ ഞാൻ തുടച്ച് ഫുള്ള് ക്ലീനാക്കി. ഇതാണ് നമ്മുടെ ഒരു വണ്ടിയുടെ ഒരു കോലട്ടോ. ഫുള്ള് പൊടിയാണ്, ഫുള്ള് ചളിയും. അതായത് നമുക്ക് കോയമ്പത്തൂർ വരെ, അതായത് വാളയാർ ബോർഡർ വരെ മഴ കിട്ടി. അതിനുശേഷം പിന്നെ മഴയൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ വണ്ടിയുടെ എൻജിൻ പറയുക വേറെ ലെവല് സംഭവം തന്നെ കേട്ടോ. ഞാൻ ടോപ്പ് 150 കയറ്റി വണ്ടി, സിമ്പിളായിട്ട് 150 കയറി വണ്ടി. അതുപോലെ ഒരു കുതിരയുടെ മുകളിലിരുന്ന് ഓടിക്കണ പോലെ ഒരു ഹോഴ്സ് റൈഡിങ്. അതാണ് ഇപ്പോൾ ശരിക്കും ബൈക്ക് റൈഡിങ് അല്ല, ഒരു കുതിരേനെ നമ്മൾ ഒരു ഹോഴ്സ് റൈഡ് എങ്ങനെ ചെയ്യണം, ആ ഒരു ഫീലാണ് നമുക്ക് ഈ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നത്. അതായത് രാജകീയ പ്രൗഢി. ഞാൻ ആദ്യമായിട്ടാണ് ഹിമാലയൻ്റെ മുകളിൽ ഇത്ര ദൂരം വരുന്നത്. ശരിക്കും ഇങ്ങനത്തെ റോഡിൽ കൂടെയാണ് നമുക്കത് ഫീൽ ചെയ്യുക. ഈ വണ്ടിയുടെ ഒരു പെർഫോമൻസ് ആയാലും ആ റൈഡിങ് കംഫോർട്ടബിളും എല്ലാതും ഫീൽ ചെയ്യുന്നത് നമുക്ക് ഈ ഇങ്ങനത്തെ റോഡുകളിലാട്ടോ. നമ്മുടെ നാട്ടിൽ ഈ വണ്ടിയുടെ സസ്പെൻഷനും ഓഫ് റോഡ് കേപ്പബിലിറ്റി അറിയാൻ നമ്മുടെ നാട്ടിൽ റോഡിലൂടെ ഓടിച്ചാൽ മതി. ഇതിൻ്റെ പെർഫോമൻസും ഒക്കെ അറിയണമെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ ഹൈവേകൾ കിട്ടിയാലേ നമുക്ക് ഓടിക്കാൻ പറ്റും. ഇപ്പോൾ സമയം ഏകദേശം 6:40 നമ്മൾ അവിടുന്ന് 11:30 വന്നിറങ്ങിയതാണ്. 11:30, 12:30, 1:30, 2:30, 3:30, 4:30, 5:30, 6:30, 7 മണിക്കൂർ കൊണ്ടുള്ള റൈഡായിട്ടത്. അപ്പോൾ 7 മണിക്കൂർ എടുത്തു നമ്മളിപ്പോൾ ഹൊസൂർ എത്തണുള്ളൂ. ഞാൻ ഈ ഒരു ലെവലിലാണ് വന്നിരുന്നത്. 100, 110, 100, 110 ആ റേഞ്ചിലാണ് വന്നിരുന്നത്. അങ്ങനെ വന്നിട്ട് നമ്മൾ 7 മണിക്കൂർ എടുത്തു കേട്ടോ. അപ്പോൾ ഹൊസൂർ എത്തണുള്ളൂ. ഈ റോഡിൻ്റെ ഏറ്റവും വലിയ ഭംഗിയാണ് ഈ മല, ഈ കാണുന്ന മല കേട്ടോ. ഇപ്പോൾ ഈ മല കുറച്ച് ഗ്രീനറി ആയിട്ട് നിൽക്കുന്നുണ്ട്. സാധാരണ ഞാൻ അങ്ങനെ പാസ് ചെയ്യുമ്പോൾ കൂടുതലും ഗ്രീനറി ആയിട്ട് അധികം കണ്ടിട്ടില്ല ഈ മല. ഇവിടെ ട്രാഫിക്കിലെല്ലാവരും മിക്ക വണ്ടികളും എൻജിൻ ഓഫ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ടാക്സി ആയാലും ഓട്ടോറിക്ഷയിലും ബൈക്കുകളായാലും ഞാനും ഇത് എൻജിൻ ഓഫ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഒരു സിഗ്നൽ കിട്ടി, റെഡ് കിട്ടിയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഇവിടുന്ന് 13 കിലോമീറ്റർ ഉണ്ട് ആർ ടി നഗറിലേക്ക്. 4 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമുക്ക് ലെഫ്റ്റ് എടുക്കണം. ശരിക്കും ഈ ബാംഗ്ലൂരിൻ്റെ ഭംഗി എന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ ട്രാഫിക് തന്നെയാട്ടാ. പണ്ട് ബാംഗ്ലൂരൊക്കെ ഇവിടേക്കൊക്കെ നമ്മുടെ MG റോഡിലൊക്കെ നിന്നാൽ കോടയൊക്കെ ഇറങ്ങി വന്നിരുന്നു. കോടുള്ളൊരു സ്ഥലമായിരുന്നു ഫുള്ള്. ഇപ്പോൾ ഒന്നുമില്ല, ആ ഭംഗിയൊക്കെ പോയി ബാംഗ്ലൂരിൻ്റെ. പക്ഷെ ചില സൈഡിൽ പോയാൽ ആ ഒരു ഫീൽ നമുക്ക് കിട്ടും. പക്ഷെ ചില സൈഡിലൊന്നും ഇപ്പോൾ പറഞ്ഞ പോലെ പഴയ ആ ഒരു ഫീലൊന്നുമില്ല ബാംഗ്ലൂരിൻ്റെ. നല്ലൊരു തണൽ മരമാണ് നമ്മളീ കാണുന്നത്. ലെഫ്റ്റ് സൈഡിൽ സബ്വേ ആണ്. ഇപ്പോൾ സമയം ഏകദേശം 10:06. നമ്മൾ 9 മണിക്ക് ഇറങ്ങിയതാണ്. 1 മണിക്കൂർ എടുത്തു. ഇവിടെ നമ്മുടെ കബൻ പാർക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മളുള്ളൊരു സിഗ്നലിലാണ് ഇപ്പോൾ നിൽക്കണത് കേട്ടോ. നമ്മുടെ ഹിമാലയൻ്റെ മാപ്പ് ഞാൻ മറന്നു എങ്ങനെ ഇടുകയെന്ന്. നമ്മുടെ മാപ്പിൻ്റെ കിലോമീറ്ററും റൈറ്റ് ടേണും ലെഫ്റ്റ് ടേണൊക്കെ ഇവിടെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നോക്കിയിട്ടാണ് നമ്മളിപ്പോൾ ആർ ടി നഗർ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗൈസ്, ഫൈനലി നമ്മൾ നമ്മുടെ ആർ ടി നഗറിലെത്തി. നമ്മളിപ്പോൾ ഹെബ്ബാൽ കൂടിയിട്ടാണ് ആർ ടി നഗറിലേക്ക് എത്തിയത് കേട്ടോ. മാപ്പ് 2 കട്ട് നമുക്ക് മിസ്സായത് കൊണ്ട്. എന്തായാലും നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി.
പണ്ട് ഈ റോട്ടിൽ കൂടെയൊക്കെയാണ് ഞാൻ വാക്കിങ്ങിന് പോകാറ്. ദേ ഇവിടെ ഒരു KL40 രജിസ്ട്രേഷൻ ബസ് കിടക്കുന്നുണ്ട്. കുറേ മോർണിംഗ് വാക്ക് നടന്നിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നലെയാണ് ബാംഗ്ലൂർ എത്തി. അപ്പോൾ ഇന്ന് സെക്കൻഡ് ഡേ ആണ്. ഇന്ന് സെക്കൻഡ് ഡേ നമ്മളിപ്പോൾ പോണത് RT നഗറിലേക്കാണ്. എൻ്റെ വേറൊരു കസിൻ്റെ വീട്ടിലേക്കാണ് ഇന്ന് പോണത്. അപ്പോൾ ഇന്നലെ നമ്മൾ നിന്നിരുന്നത് വേറൊരു കസിൻ്റെ വീട്ടിലായിരുന്നു. രാവിലെ തന്നെ ഭയങ്കര ട്രാഫിക്കാണ്. നമുക്കറിയാലോ ബാംഗ്ലൂർ ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ട്രാഫിക്കാണ്. അപ്പോൾ ഈ 450cc എൻജിൻ വെച്ചിട്ട് ഈ ട്രാഫിക്കിൻ്റെ ഉള്ളിൽ നിന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ചടങ്ങാണ്. കാരണം നമ്മുടെ എൻജിൻ ഭയങ്കര ചൂടാകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ കാര്യമായിട്ടുള്ള കണ്ടൻറ്റൊന്നുമില്ല. അതായത് നമ്മൾ ഹിമാലയൻ ഇത്ര ലോങ് റൈഡ് വന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, പിന്നെ നമുക്ക് ട്രാഫിക്കിൽ റൈഡ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ, അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യണത്. പിന്നെ ഒന്നുമില്ല, നമ്മുടെ ഗുരുവായൂർ ടു ബാംഗ്ലൂർ യാത്രയാണ് ഇതിലുള്ളത് കൂടുതലും. അപ്പോൾ ഇനി നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് നേരെ ഇവിടെ പോണത് മേട്ടൂർ ഡാമിൻ്റെ അടുത്തേക്കാണ്. നമ്മുടെ വീരപ്പൻ മെമ്മോറിയൽ കാണാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് നമ്മൾ പോകുന്നത്.